റഷ്യയിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട തൃശൂർ സ്വദേശി സന്ദീപ് ചന്ദ്രന്റെ വീട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശിച്ചു. ഹോട്ടൽ ജോലിക്കെന്ന് പറഞ്ഞ് റഷ്യയിൽ പോയ സന്ദീപ് പിന്നീട് സൈന്യത്തിൽ ചേരുകയായിരുന്നു. വിവരങ്ങളുമായി സൂരജ് സജ്ജിയുണ്ട്. ഇപ്പോൾ തൃശൂരിൽ നിന്ന് സൂരജ്, വിശദാംശങ്ങൾ. ഓഗസ്റ്റ് 15 തീയതി ഓഗസ്റ്റ് 15 തീയതിയാണ് ഈ റഷ്യയിൽ പോയ സന്ദീപ് അവിടെ വെച്ച് കൊല്ലപ്പെടുന്നത്. ഈ റഷ്യൻ സൈന്യത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നതിനിടയിൽ ഉക്രൈൻ സൈന്യത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഇവിടെ നിന്നുള്ള പോലീസിനടക്കം വിവരം ലഭിച്ചിരുന്നത്. ഇത് പ്രകാരം ഈ മൃതദേഹമടക്കം നാട്ടിലേക്ക് എത്തിക്കുന്നതിന് ബന്ധുക്കളടക്കം ഇന്ത്യൻ എംബസി അടക്കം സമീപിച്ചിരുന്നു. പക്ഷേ ഇതിലൊരു നടപടിയുമായിട്ടുണ്ടായിരുന്നില്ല. ഇതിനിടയിലാണ് സുരേഷ് ഗോപി ഇന്ന് സന്ദീപിന്റെ വീട് സന്ദർശിച്ചത്. ഹോട്ടൽ ജോലിക്കായിട്ടായിരുന്നു സന്ദീപ് തൃശ്ശൂരിൽ നിന്ന് റഷ്യയിലേക്ക് പോയത്. പക്ഷേ അവിടെ എത്തിയതിനു ശേഷം റഷ്യൻ പൗരത്വം ലഭിക്കുന്നതിന് വേണ്ടി സൈന്യത്തിൽ ചേർന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. പക്ഷേ ഈ മൃതദേഹം ഉൾപ്പെടെ നാട്ടിലേക്ക് മടക്കി കൊണ്ടുവരാൻ സാധിക്കാത്തതിൽ വലിയ മനോവിഷമത്തിലായിരുന്നു ബന്ധുക്കൾ. ഇതിനിടയിലാണ് ഇന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ കുടുംബത്തെ സന്ദർശിക്കുന്നത്. കുടുംബം മൃതദേഹം മടക്കി കൊണ്ടുവരുന്നതിന് വേണ്ടി അടിയന്തര നടപടി സ്വീകരിക്കണമെന്നൊരു ആവശ്യം സുരേഷ് ഗോപിയോട് പങ്കുവെക്കുകയും ചെയ്തു. ഇതിനുവേണ്ടി തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്യുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ റഷ്യയിൽ നിരവധി മലയാളികൾ ഇത്തരത്തിൽ സൈന്യത്തിൽ ചേർന്നതിന്റെ ഭാഗമായി കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവരെ കൂടി നാട്ടിലെത്തിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഉന്മേഷ്, സൂരജ് സജ്ജിയാണ് വിവരങ്ങൾ നൽകിയത്.